Good morning, Good morning, Miss. everybody. Good morning. Good morning. How are you? Morning. I'm fine, thank you. Okay, good. We are fine, thank you. Good. Did you have your breakfast? Yes. Yes. No. No. Yes. Yes. No. Yes. No. നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. All of you take your textbook. പഠിക്കാം അല്ലേ? രാവിലെ തന്നെ നമുക്ക് പഠിക്കാം. Today we are going to learn about page number 50. Take your page number 50. നമ്മൾ അതിന്റെ ഏത് പാഠമായിരുന്നു അത്? ഏത് ലെറ്ററാ? ഐക്ക് ലെറ്റർ സോറി മാത്ര അല്ലെ? ഐക്ക് മാത്ര ആ ലെസൺ ആയിരുന്നു. നമ്മൾ 2 പേജ് കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലെ? കുറെ പേര് ഹോംവർക്ക് ചെയ്തിട്ടില്ല. ഹോംവർക്ക് ചെയ്യാത്തവരുടെ പേരും ലിസ്റ്റും അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. അപ്പൊ അത് നാണക്കേടാണ്. അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യുന്നത് ഒട്ടും മടിക്കരുത്. ഹോംവർക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യണം ഗ്രൂപ്പില്. ഓക്കെ, കുറെ പേര് ചെയ്തിട്ടില്ല ഹോംവർക്ക്. എല്ലാരും പിടിക്കും. ചെയ്യാത്തവരൊക്കെ പേര് വിളിക്കും. അപ്പൊ നാണക്കേടാ നമുക്ക് അല്ലെ? കുറച്ച് ഹോംവർക്കേ തരുന്നുള്ളൂ. നന്നായിട്ട് ചെയ്യണം. ഐക്ക് മാത്ര, ഐന്റെ മാത്രമുള്ള കുറെ വേർഡ്സ് പരിചയപ്പെട്ടു നമ്മള്. പിക്ചർ കണ്ട് അതിന്റെ വേർഡ് എന്താന്ന് എഴുതി. പിന്നെന്താ? ഐന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കി. പിന്നെ ജോയിൻ, അതായത് ചിത്രംകോ ശബ്ദം സേ ജോഡം. എന്താ? മാച്ച് ദ ഫോളോയിങ്. ഈ മാച്ച് ദ ഫോളോയിങ് ചെയ്യാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോ? ചിത്രംകോ ശബ്ദം സേ ജോഡോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് വേർഡ് ഫുള്ള് ആ ഹിന്ദി വേർഡ്സിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് പറഞ്ഞു തന്നിരുന്നു. ആ ഇംഗ്ലീഷ് വേർഡ്സ് കിട്ടുമ്പോൾ നമുക്ക് ആ പിക്ചർ മനസ്സിലാവും. ഈ ക്ലാസ്സിൽ ഈ വർക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? ആരോൺ ചെയ്തിട്ടില്ല അല്ലേ? ചെയ്തു. പിന്നെന്താ? ദോഷം ചെയ്തില്ല. എല്ലാവരും ചെയ്തവരാണോ കൈ ഉയർത്തുന്നത്? ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? അത് മനസ്സിലായില്ല എന്നാണെങ്കിൽ ഇപ്പൊ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചോ. ടേക്ക് യുവർ 15th പേജ്. ഫസ്റ്റ് വൺ കൈരം അല്ലെ? കൈരം അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞിട്ട് പോയതാ അല്ലെ? കൈരം എന്ന് പറഞ്ഞ എന്താ? കുറെ വാക്കുകൾ നമ്മൾ മലയാളത്തിൽ സാമ്യം ഉള്ളത് പോലെയാണ് ഹിന്ദിയിലും ഉള്ളത്. കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളു. കൈരം എന്ന് പറഞ്ഞാല് ക്യാമറ. ക്യാമറ താഴെ കാണുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതാത്തവർക്ക് വേണ്ടി ലാസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. ശ്രദ്ധിച്ച് ചെയ്യുക. കൈരം, ക്യാമറ, ലാസ്റ്റ് വൺ. പൈസ, പൈസ തന്നെ അവിടെ കാണുന്നില്ലേ? ഒരു തുട്ട് കാണുന്നില്ലേ? ചില്ലറ പൈസ കാണുന്നില്ലേ അവിടെ? ഓക്കെ. ഗവയ്യ, ഗവയ്യ മീൻസ് സിംഗർ, ഗായകൻ. നിങ്ങൾ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൈ ഉയർത്തിക്കൊണ്ടിരിക്കരുത്. ടീച്ചർ പറഞ്ഞ് ശ്രദ്ധിച്ച് അവിടെ മാർക്ക് ചെയ്യാ. ഗവയ്യ ഗായകൻ എന്ന് പറഞ്ഞ സിംഗർ. കണ്ടോ? ലെഫ്റ്റ് സൈഡില് ലാസ്റ്റ് വൺ കണ്ടില്ലേ? സിംഗർ, ഒരു പാട്ട് പാടുന്ന ചിത്രം കണ്ടില്ലേ? അതാണ് ബൈഠക്. ബൈഠക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഡ്രോയിങ് റൂം ആണ് നമ്മുടെ. അതാണ് ബൈഠക് എന്ന് പറയുന്നത്. അവിടെ കണ്ടില്ലേ ആ സിംഗറിന്റെ മുകളിലുള്ള പിക്ചർ? മാച്ച് ചെയ്യ. നിങ്ങൾ ബുക്കിൽ ശ്രദ്ധിക്കൂ. ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്ക്. കഴിഞ്ഞ ദിവസം എഴുതിയത് തെറ്റാണെങ്കിൽ ഇന്നത് തിരുത്തി എഴുതുക. സൈനിക്, സൈനിക് മീൻസ് സോൾജിയർ. ഫസ്റ്റ് വൺ കണ്ടില്ലേ? കൈമറ, കൈമറ, ക്യാമറ. സോറി തെറ്റിപ്പോയി മിസ്സിന്. കൈരം, കൈരം എന്ന് പറഞ്ഞ ക്യാരംസ് എന്നാട്ടോ. സോറി, മൈ മിസ്റ്റേക്ക്. കൈരം എന്ന് പറഞ്ഞ ക്യാരംസ് എന്നാട്ടോ. നിങ്ങൾ അതായിരിക്കും കൈ ഉയർത്തി അല്ലേ?
പെട്ടെന്ന് ഈ വാക്ക് കഴിയുടെ മുകളിലത്തെ ആ വാക്ക് അങ്ങോട്ട് വായിച്ചത്. സോറി. കൈരം എന്ന് പറഞ്ഞ ക്യാരംസ് എന്നാ. ഏതാ ഇതുവരെ എഴുതാത്തവര്? അയ്യോ ടീച്ചറിന് ഫസ്റ്റ് തന്നെ തെറ്റിപ്പോയി. ആ ലാസ്റ്റിന്റെ മുകളിൽ ക്യാരംസ് കളിക്കുന്നില്ലേ, അതാണ് ക്യാമറ എന്ന് പറഞ്ഞാല് ക്യാമറ. മിസ്സിനും തെറ്റിപ്പോവും കേട്ടോ, സോറി. ഗയ്യ ശരിക്കും പറഞ്ഞ മിസ് ക്യാമറ എന്ന് ഇവിടെ വായിച്ചിട്ട് മുകളിലത്തത് ക്യാമറ തന്നെ വായിക്കുക ചെയ്തേ, അതാ തെറ്റിപ്പോയത്. ഗയ്യ മീൻസ് ഗായ്, കൗ. മൈന അവിടെയുള്ള ബേർഡ് തന്നെ മൈന. കൈദി തീഫ്, തടവുകാരൻ, കള്ളെന്നൊക്കെ പറയും. അന്നേരം പറഞ്ഞുതരാം. കൈരം ക്യാരംസ്, കൈരം എന്ന് പറഞ്ഞ ക്യാരംസ്. ഗവയ്യ സിംഗർ. ഇംഗ്ലീഷ് വേർഡ് വേണമെങ്കിൽ അവിടെ എഴുതി വെക്കണം കേട്ടോ പെൻസിലും കൊണ്ട്. ഗവയ്യ സിംഗർ. പൈസ പൈസ. ബൈഠക് ഡ്രോയിങ് റൂം. സൈനിക് സോൾജിയർ. കൈമറ ക്യാമറ. ഗയ്യ ഗായ്, സോറി ഗായ് എന്നല്ല കൗ എന്ന് എഴുതണ്ട ഇംഗ്ലീഷില്, കൗ. നയ്യ ബോട്ട്. മൈന മൈന, ഇംഗ്ലീഷിൽ നമ്മുടെ മൈന എന്ന് തന്നെയാ പറയുന്നത് അല്ലേ, MINAH മൈന. കൈദി തീഫ്. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത്, ചിത്ര ദേഖ്കർ വാക്യ പൂരേ കരോ. ചിത്രം നോക്കിയിട്ട് അവിടുത്തെ അവിടെ ഒരു വാക്ക് അവിടെ മിസ്സായിട്ടുണ്ട്, അത് നമ്മൾ പൂരിപ്പിക്കണം. ചിത്ര ദേഖ്കർ എന്താ, ഞാൻ ഹെഡിങ്ങിന്റെ അർത്ഥം കൂടെ പറഞ്ഞു തരാം, എന്നാലെങ്കിൽ നിങ്ങൾ അത് വായിക്കണം. ഹെഡിങ് ഹിന്ദിയിൽ തന്നെ വായിച്ചു പഠിക്കണം കേട്ടോ. ചിത്ര ദേഖ്കർ വാക്യ പൂരേ കരോ. ചിത്രം നോക്കിയിട്ട് വാക്യം പൂരിപ്പിക്കണം. ആ സെന്റൻസ് കണ്ടില്ലേ, അതിനാണ് വാക്യം എന്ന് പറഞ്ഞത്. അത് പൂരേ കരോ എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുവിൻ. ലിസൺ. ചൂഹ. ചൂഹ എന്ന് പറഞ്ഞാൽ അറിയില്ലേ എന്താ? ചൂഹ എന്ന് പറഞ്ഞാല് റാറ്റ്, എലി. ചൂഹ ഡാഷ് കർ രഹാ ഹേ. ചൂഹ ഇവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുവാണെന്നാ പറയുന്നേ. ഷഹ്മ വി. ഷഹ്മ പ്ലീസ് അൺമ്യൂട്ട്. എന്താ ഷഹ്മ? ഈ ലാസ്റ്റത്തെ രണ്ടെണ്ണം എന്താ മിസ്സേ? ഏത് ലാസ്റ്റത്തെ? ഇപ്പൊ പറഞ്ഞു തന്നാണോ? മാച്ച് ദ ഫോളോയിങ് ആണോ? യെസ്. ആ ലാസ്റ്റത്തെ മൈന. മൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈനയില്ലേ, പക്ഷിനെ അറിയില്ലേ, മൈന, അതാണ്. അവിടെ ആ ട്രീയുടെ മുകളിൽ ഇരിക്കുന്നുണ്ട്. കൈദി എന്ന് പറഞ്ഞാല് തടവുകാരൻ, തീഫ് എന്നൊക്കെ പറയാം. അവിടെ കണ്ടോ ഒരാള് തടവില് നിൽക്കുന്ന കണ്ടോ, ജയിലിനകത്ത് നിൽക്കുന്ന കണ്ടോ, അതാണ് തടവ് കൈദി. ഓക്കെ. ഓക്കെ ശ്രദ്ധിക്കൂ. ചൂഹ ഡേഷ് കർ രഹാ ഹേ. ചൂഹ ഇവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞേ. ഇവിടെ റൈറ്റ് സൈഡില് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചേ. ശൈതാനി, സൈനിക്, തകൈദ്, മൈദാൻ, തയ്യാർ, പൈതൽ, ബാങ്ക്. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചു നിങ്ങൾ. ഐന്റെ ചിഹ്നം അല്ലേ, ഐന്റെ ചിഹ്നം ചേർത്തുള്ള വാക്കുകളാ. വൺസ് മോർ. ശൈതാനി. ശൈതാനി എന്ന് പറഞ്ഞ ഡെവിൾ. ചെയ്ത്താൻ എന്ന് പറഞ്ഞില്ലേ നമ്മള്, ചെയ്ത്താൻ, ചെയ്ത്താൻ, ചെയ്ത്താനി എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. ഡെവിൾ ഇംഗ്ലീഷ് വേർഡ് വേണമെങ്കിൽ അവിടെ എഴുതി വെക്കാം. ശൈത്താനി മീൻസ് ഡെവിൾ. സൈനിക് സോൾജിയർ. തകൈദ് എന്ന് പറഞ്ഞാരാ? തകൈദ് എന്ന് പറഞ്ഞാല് കൊള്ളക്കാരെന്നുള്ള, കൊള്ളക്കാരൻ, കൊള്ളക്കാരൻ എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് എന്താ? തകൈദ്. റോബർ, ROBB, റോബർ. തകൈദ് റോബർ. മൈദാൻ, മൈതാനം, ഗ്രൗണ്ട്. തയ്യാർ റെഡി, തയ്യാറാവുക എന്നുള്ളത്. പൈതൽ, പൈതൽ എന്ന് പറഞ്ഞാരാ? പൈതൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മള് കുട്ടി എന്ന് പറയും അല്ലെ. പൈതൽ എന്ന് പറഞ്ഞാല് കാൽനട യാത്രക്കാരെന്നൊക്കെ പറയും, നടന്നു പോകുന്ന ആളെയൊക്കെയാ പറയുന്നത്. മലയാളത്തിൽ എവിടെ എഴുതി വെച്ചോ? എന്താ അതിന് ഇംഗ്ലീഷ് വരുക? കാൽനട യാത്രക്കാരെന്ന് പറഞ്ഞാല് മലയാളത്തിൽ നിങ്ങൾ എഴുതിക്കോ അവിടെ. ഇപ്പം നോക്കിയാൽ മതി ഡിക്ഷണറിയില്.
പൈതൽ എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാരെന്നാ വരിക, നടന്നു പോകുന്ന ആളെയാണ് പൈതൽ എന്ന് പറയാം. പിന്നെന്താ ബാങ്ക്, ബാങ്ക് എന്ന് പറഞ്ഞ എന്താ, ബാങ്ക് തന്നെ, BANK ബാങ്ക്, അതാണ്. ഇപ്പൊ കിട്ടിയില്ലേ, ശൈതാനി, സൈനിക്, തഗൈദ്, മൈദാൻ, തയ്യാർ, പൈതൽ, ബാങ്ക്. ഇത്രയും വാക്കുകൾ റൈറ്റ് സൈഡ് തന്നിട്ടുണ്ട്. ഇനി നമ്മള് ഇവിടെ ഫില്ല് ചെയ്യണം. ശരിയായത് ഏതാന്ന് കണ്ടുപിടിച്ച് ഫില്ല് ചെയ്യണം. ചൂഹ ഡേഷ് കർ രഹാ ഹേ, എന്താ വരുക അവിടെ, പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ജെബിൻ ജേക്കബ്. ശൈത്താനി. ശൈത്താനി, ശൈത്താനി എന്ന് പറയും അല്ലെ. എന്താ ചൂഹ, പിന്നെ എന്താ ചൂഹ, എന്താ എലി എന്താ ചെയ്യുന്നത്, നമ്മുടെ എല്ലാം നശിപ്പിക്കും അല്ലെ, ചെകുത്താന്റെ പണിയാ എടുക്കുക അല്ലെ, എല്ലാം നശിപ്പിക്കുന്ന ഒരു സ്വഭാവ എലിക്ക്. എലി നല്ലത് എന്തെങ്കിലും ചെയ്യുവോ? ഇല്ല. അതാണ്, അതവിടെ എല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുവാണെന്നാണ് അവിടെ അർത്ഥം വരുന്നത്. എലി ശൈത്താന്റെ സ്വഭാവം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്, എല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ എഴുതിക്കോ, ശൈത്താനി, ചൂഹ ശൈത്താനി കർ രഹാ ഹേ. വായിക്കും കൂടെ വേണം. എക്സാമിന് ഇപ്രാവശ്യം കണ്ടില്ലേ എങ്ങനത്തെ ചോദ്യം വന്നേന്ന്. അപ്പം ഇതെല്ലാം നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യണം. ഫില്ലിന്റെ ബ്ലാങ്ക്സ് ഒക്കെ എവിടുന്ന് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ? അതേപോലെ ചൂഹ ശൈത്താനി കർ രഹാ ഹേ. നെക്സ്റ്റ്, കൈലാഷ് ഡേഷ് സ്കൂൾ ജാ രഹാ ഹേ. കൈലാഷ് ഡാഷ് സ്കൂൾ ജാ രഹാ ഹേ. ആർക്ക് പറയാം? സിദ്ധാന്ത്. സിദ്ധാന്ത് പ്ലീസ് അൺമ്യൂട്ട്. പൈതൽ. ഓക്കെ, ഗുഡ്, റൈറ്റ്, പൈതൽ. കൈലാഷ് പൈതൽ സ്കൂൾ ജാ രഹാ ഹേ. എന്താ പറഞ്ഞേ? കൈലാഷ് നടന്നുകൊണ്ട് സ്കൂളിൽ പോകുന്നു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. കാൽനട യാത്രക്കാരനെന്ന് പറഞ്ഞ എന്താ? കാൽനടയായിട്ട് നടന്നു പോകുന്ന ആള്. കൈലാഷ് പൈതൽ സ്കൂൾ ജാ രഹാ ഹേ. നെക്സ്റ്റ്, ശൈല ഡാഷ് ഹോ രഹി ഹേ. ശൈല ഡാഷ് ഹോ രഹി ഹേ. ജെബിൻ പറഞ്ഞതല്ലേ മോനെ ഫസ്റ്റ് വൺ? പറയാത്തവർക്ക് അവസരം കൊടുക്കുക. ആര് പറയുന്നു? സെൽന പറഞ്ഞോ. തയ്യാർ. തയ്യാർ. ഓക്കെ, ഗുഡ്, റൈറ്റ്. ശൈല തയ്യാർ ഹോ രഹി ഹേ. ശൈല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്, തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ്, സൈനിക് സോറി, ആൻസർ അങ്ങ് പറഞ്ഞു. ആൻസർ എഴുതിക്കോ അവിടെ. ഡാഷ് ഡാഷ് മേ ഖടാ ഹേ അല്ലേ? ഡാഷ് ഡാഷ് മേ ഖടാ ഹേ. എന്താ പറഞ്ഞേ? ആരോ നിൽക്കുന്നു എന്നാ പറഞ്ഞേ. എന്താ? സൈനിക്, ഫസ്റ്റ് വൺ, ഫസ്റ്റ് ഡാഷിന്റെ അടുത്ത് സൈനിക് മൈദാൻ മേ ഖടാ ഹേ. സൈനിക് മൈതാനത്തിൽ നിൽക്കുന്നു, അതായത് പട്ടാളക്കാര് മൈതാനത്തിൽ നിൽക്കുന്നു. നെക്സ്റ്റ്, ഡാഷ് ഡാഷ് ലൂട്ട് രഹേ ഹേ. ഡാഷ് ഡാഷ് ലൂട്ട് രഹേ ഹേ. ആരൊക്കെയോ കൊള്ളയടിക്കുന്നു എന്ന് അവിടെ അർത്ഥം വരുന്നത്. ആരാ കൊള്ളയടിക്കുന്നത്? ലൂട്ടിനാന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുക എന്നാ. ഡാഷ് ഡാഷ് ലൂട്ട് രഹേ ഹേ. ഇവിടെ നമുക്ക് മിച്ചമുള്ള ഏതൊക്കെ വാക്കാം? ആരാ ശരിക്കും ബാങ്കൊക്കെ കൊള്ളടിക്കുന്നത്? കൊള്ളക്കാരല്ലേ, തീഫ്, കള്ളന്മാര്. അവിടെ നമ്മള് റോബർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊള്ളക്കാരൻ. ഏതാ? ടഗൈദ്. ടഗൈദ് അല്ല, ഡഗൈദ്. ഡായാണ് ഡഗൈദ്. ഡഗൈദ് എന്താ കൊള്ളയടിക്കുന്നത്? ബാങ്ക് അല്ലെ? ബാങ്ക് ലൂട്ട് രഹേ ഹേ. ടഗൈദ് ബാങ്ക് ലൂട്ട് രഹേ ഹേ. എന്താ? കള്ളന്മാര് ബാങ്ക് കൊള്ളയടിക്കുന്നു എന്നാ പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് വൺ മുതല്. ഹെഡിങ് വായിക്കണം എല്ലാവരും.
ഇംഗ്ലീഷ് മാത്രം വായിച്ചാൽ പോരെ, ഹിന്ദി കൂടെ വായിക്കണം. ചിത്ര ദേഖ്കർ, നിങ്ങൾ കൈവിരൽ വെച്ച് തന്നെ വായിച്ചോ. 3rd ക്ലാസ് ആയി എന്നൊന്നും ചിന്തിക്കണ്ട, വായിച്ചോ. ചിത്ര ദേഖ്കർ വാക്യ പൂരേ കരോ. എഴുതി കഴിഞ്ഞില്ലേ? പെൻസിൽ താഴെ വെച്ചേ. ശ്രദ്ധിച്ചേ, ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചേ. ചിത്ര ദേഖ്കർ വാക്യ പൂരേ കരോ. എന്താ അതിന്റെ അർത്ഥം പറയുന്നത്? ഒരാള് പറഞ്ഞു തരുമോ അതിന്റെ മീനിങ് എന്താ പറഞ്ഞു തന്നെന്ന്? റിലു ആബിദ്, പ്ലീസ് അൺമ്യൂട്ട്. റിലു ആബിദ്, പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, റിലു ആബിദ്. അല്ല, ഞാൻ ഈ ഹെഡിങ് വായിച്ചതിന്റെ മീനിങ് എന്താ നമുക്ക് മനസ്സിലായത്? ചിത്ര ദേഖ്കർ വാക്യ പൂരേ കരോ. എന്താ മനസ്സിലായത്? ഈ പിക്ചർ നോക്കിയിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ആക്കുക. മനസ്സിലായില്ല എല്ലാവർക്കും? നിങ്ങൾ ഇനി എന്നോട് ഡൗട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് അല്ല പറയേണ്ടത്, ഹിന്ദിയില് ആ സെന്റൻസ് വായിച്ചാൽ ഹിന്ദിയുടെ മീനിങ് എന്താണെന്ന് ചോദിക്കണം. കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ ചോദിച്ചത് എന്നോട് അതിന്റെ താഴെയുള്ളത് ഏതാ ഡൗട്ട് ഏതാ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ ടീച്ചറെ, 4ാമത്തെ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്, അങ്ങനെയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഡൗട്ട് വരുമ്പോ എത്രാമത്തെയാ മിസ് ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾ പറയണ്ടേ? 4ാമത്തെ ചിത്ര ദേഖ്കർ വാക്യ പൂരേ കരോ. അതിന്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കണം. ഹിന്ദി തന്നെ വായിക്കണം. ഓക്കെ, ആർ യു റെഡി? യെസ്, ഓക്കെ, ഗുഡ്. വായിച്ചോ എല്ലാവരും അവിടെ നിന്ന് ഉറക്കെ. ചൂഹ ശൈതാനി കർ രഹാ ഹേ. നെക്സ്റ്റ്, കൈലാശ് പൈദൽ സ്കൂൾ ജാ രഹാ ഹേ. ശൈല തയ്യാർ ഹോ രഹി ഹേ. ആരുടെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലോ? ശബ്ദം കേൾക്കുന്നില്ല മിസ്, നിങ്ങള് വായോണ്ട് പറയുന്നത് മിസ്സിന് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാണാൻ പറ്റും. ഉറക്കെ വായിക്കാം അവിടെ ഇരുന്നിട്ട്. സൈനിക് മൈദാൻ മേ ഖടാ ഹേ. ഓക്കെ, ഡകൈത് ബാങ്ക് ലൂട്ട് രഹേ ഹേ. ഓക്കെ, ഗുഡ്. ഇതെന്ത് ചെയ്യണം? ഇത് നോട്ട് ബുക്കിലോട്ട് എഴുതണം. സൈഡിൽ എഴുതിക്കോ, ഇന്നത്തെ ഡേറ്റ് ഇടുക. റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. ഹെഡിങ് എഴുതണം ഹിന്ദിയിൽ, ഇംഗ്ലീഷ് വേണമെന്നില്ല, ഹിന്ദിയിൽ ഹെഡിങ് വേണം. ഈ സെന്റൻസ് നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. എന്നിട്ട് പോസ്റ്റ് ചെയ്യണം. ഞാൻ എല്ലാരും വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാരും ഹോംവർക്ക് ചെയ്തോന്ന് ഇനി മുതൽ വാച്ച് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഹോംവർക്ക് ചെയ്യാത്തവരെ ഗ്രൂപ്പില് വിളിച്ചു പറയും നിങ്ങളുടെ പേര്, ചെയ്യാത്തവരുടെ പേര്. അടുത്ത ദിവസം സാറ് സ്കൂളിൽ അല്ല വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? വരുമ്പോ നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് കിട്ടും. റെഡി ആയിരുന്നോ കേട്ടോ ഹോംവർക്ക് ചെയ്യാത്തവര്? ജോയലെ ഉറക്കം തൂങ്ങിയിരിക്കുവാണ് ഇപ്പോഴും. ഇന്ന് സ്കൂളിൽ വരാന്ന് പറഞ്ഞിട്ട്? ഇന്ന് മഴ ആയതുകൊണ്ട് റബ്ബർ വെട്ടിയില്ല അല്ലെ? ഓക്കെ, നെക്സ്റ്റ് താഴെ കണ്ടോ? പഠോ ഔർ അന്തർ സമച്ചോ. എന്താ പറയുന്നേ? പഠോ ഔർ അന്തർ സമച്ചോ. എന്താ താഴെയുള്ളത് വാക്കുകൾ വായിക്കും, അതിന്റെ അന്തരം മനസ്സിലാക്കുക. അന്തരം എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയും അല്ലെ? താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ വ്യത്യാസം എന്താന്ന് മനസ്സിലാക്കൂ എന്നാ പറയുന്നത്. ഓൾ സ്റ്റാൻഡ് അപ്പ്, ലിസൺ ഹിയർ, ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓ, എല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കും അവിടെ. ഓൾ സ്റ്റാൻഡ് അപ്പ്. ജുവൽ, ജോമൽ, നജ, ഫാത്തിമ, എയ്മി. എയ്മി എഴുന്നേറ്റ് നിൽക്കുവാണോ? എയ്മി ആകെ അത്രേ ഉള്ളൂ. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ,
Hands up. Hands down. എല്ലാരും കട്ടിലിന്റെ മുകളിലാണോ? ഒന്ന് ജമ്പ് ചെയ്തേ കാണട്ടെ. Okay, stop. Sit down. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു 6 മണിക്കെങ്കിലും എഴുന്നേക്കണം എന്ന്. ഇതിപ്പോ 7:45 ക്ലാസ്സിൽ വന്നിട്ട് വായിക്കോട്ടയം വിട്ടോണ്ടിരിക്കുക. ഞാനും ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വായിക്കോട്ടയം വിട്ട് ഞാനും ഇവിടെ ഉറങ്ങിപ്പോവും. അങ്ങനത്തെ അവസ്ഥയായി ഇപ്പൊ. ജോയില് ഒന്ന് ഉഷാറായിട്ടിരുന്നേ. ജോയിലിന് വഴക്ക് പറയാനും പറ്റുന്നില്ല, പാവം. ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ ടീച്ചറിന്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്ക്, അക്ഷരങ്ങളൊക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞതല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. പഠോ ഓർ അന്തർ സമച്ചോ അല്ലേ? താഴെയുള്ള അക്ഷരങ്ങൾ ആ വാക്കുകള് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് മനസ്സിലാക്കാനാ പറയുന്നത്. നജ ഫാത്തിമ, നജ എപ്പോഴും ഒരു ഒളിച്ചിരിക്കുന്ന ഇതിലാ ഇരിക്കുന്നത്. നമ്മള് നേരെ ഇരുന്ന് ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുവാണ്, വാതിലിന്റെ മറവിൽ ഇരിക്കുന്ന പോലെ ഉണ്ട്. നേരെയാണോ ഇരിക്കുന്നേ? ഓക്കെ, ബുക്കിൽ ശ്രദ്ധിക്കേ. ഫസ്റ്റ് വൺ ബേൽ, നെക്സ്റ്റ് ബൈൽ. അവിടെ ശ്രദ്ധിച്ചോ നിങ്ങള്? ബേൽ, ബൈൽ. എന്താ അവിടുത്തെ വ്യത്യാസം വരുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത്? ഓക്കെ, എഡ്വിനെ വിളിക്കാം. ഫസ്റ്റ് കൈ ഉയർത്തിയവരെ ഫസ്റ്റ് വിളിക്കും. എഡ്വിൻ, പ്ലീസ് അൺമ്യൂട്ട്. ചിഹ്നങ്ങള്. ചിഹ്നങ്ങള്. ആ, എന്താ അവിടെ വ്യത്യാസം മനസ്സിലായത്? ബേലിന് എന്റെ ചിഹ്നവും ബൈലിന് ഐന്റെ ചിഹ്നമാണ് വരുന്നത്. ആ അതെ. ഇനി ഇപ്പൊ നിങ്ങള് ഒരു വാക്ക് എഴുതുമ്പോ ഡിറ്റേഷൻ ഇടുവാണ്. നിങ്ങളോട് ബൈൽ എന്ന് എഴുതാൻ പറയുമ്പോ നിങ്ങൾ ബോൾ എന്ന് എഴുതി വെക്കോ? ഇല്ല. എന്താ, നമുക്ക് ആ അക്ഷരത്തിന്റെ ആ ചിഹ്നം നമുക്ക് ശരിക്കും മനസ്സിലായി. എയും ഐയുടെ ചിഹ്നം ഏതാന്ന് ശരിക്കും മനസ്സിലായി അല്ലെ? ബേൽ, ബേൽ എന്ന് പറയുമ്പോ എന്റെ ചിഹ്നമാണ് അവിടെ വന്നിരിക്കുന്നത്. ബൈൽ എന്ന് പറയുമ്പോ ഐന്റെ ചിഹ്നവുമാണ് വന്നിരിക്കുന്നത്. അതെ, മനസ്സിലായിന്ന് ടീച്ചർക്ക് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് നോക്കിയോ. മേൽ, മയിൽ അല്ലെ? അവിടെ എന്റെ ചിഹ്നമുണ്ട്, ഐന്റെ ചിഹ്നം. അത് നിങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവും നമുക്ക്. ചേത്, ചൈത്, സേർ, സൈർ. ഇനി ഇംഗ്ലീഷ് വേർഡ് വേണോ? വേണമെങ്കിൽ അവിടെ പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്തോ. വേൽ എന്ന് പറഞ്ഞ എന്താ? വള്ളി, ലേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പടർന്നു കയറുന്ന വള്ളികളില്ല, അതിനൊക്കെയാണ് ബേൽ എന്ന് പറയാം നമ്മള്. പിന്നെ ബൈൽ, ബൈൽ എന്ന് പറഞ്ഞാല് പഠിച്ചു എന്താ? ഓക്സ്. മേൽ എന്ന് പറഞ്ഞാൽ എന്താ? മേൽ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ, യോജിപ്പ്. മൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര മൈൽ ദൂരം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ഒരളവ്, ദൂരം, അങ്ങനെയാ പറഞ്ഞത് മൈൽ. ചേത്, അതിന്റെ മീനിങ് ശരിക്കും പറഞ്ഞാല് മീനിങ് ഓഫ് നൗൺ എന്നാ വരുന്നത്. അത് ഇംഗ്ലീഷ് വേർഡൊന്നും പഠിക്കണമെന്നില്ല, നിങ്ങൾ അതിന്റെ വ്യത്യാസം ഒന്ന് മനസ്സിലായാൽ മതി. അവിടെ ചൈത് പറഞ്ഞ ചൈത്ര മാസം എന്നാണ്. സേർ, സൈർ. സൈർ എന്ന് പറഞ്ഞ വോക്ക്, സഞ്ചാരം, യാത്ര. ടേക്ക് യുവർ നെക്സ്റ്റ് പേജ്. ഈ വാക്കുകൾ നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് ഒന്ന് പകർത്തി എഴുതിക്കോ കേട്ടോ. ഫിഫ്ത് വൺ ഹെഡിങ് എഴുതുക. എന്നിട്ട് ഈ വ്യത്യാസം ഇതേപോലെ എഴുതുക. ബേൽ ഹൈഫൺ ബൈൽ, അതിന്റെ താഴെ മേൽ, മയിൽ, താഴെ താഴെ ഡൗൺ ഡൗൺ റൈറ്റ്, താഴെ താഴെ എഴുതണം കേട്ടോ. ഞാൻ ഇതൊക്കെ ചെക്ക് ചെയ്യും. ഹോംവർക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കും. എഴുതാത്തവരുടെ പേര് വിളിച്ച് പറയുകയും ചെയ്യും. പേജ് നമ്പർ 16. दिए गए शब्दों में ബ്രാക്കറ്റില് ഐ की मात्रा കണ്ടില്ലേ? ഐ की मात्रा लगाओ. താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരത്തില്, സോറി, ആ ശബ്ദത്തിൽ, വാക്കില്
ഐന്റെ മാത്രം ചേർത്തിട്ട് എഴുതാനാ പറഞ്ഞത്. തെറ്റായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഐന്റെ ചിഹ്നം ഇല്ലാതെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഐന്റെ ചിഹ്നം ചേർത്ത് അവിടെ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് വൺ എക്സാമ്പിൾ തല എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. തല എങ്ങനെ എഴുതിയത്? ഐന്റെ ചിഹ്നം കൊടുത്തിട്ട് എങ്ങനെ എഴുതി? തൈല. താഴെയുള്ളത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ലെഫ്റ്റ് സൈഡില് മുകളിലായിട്ട് HW എഴുതിക്കോ. അപ്പൊ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ. ഐന്റെ ചിഹ്നം കൊടുത്തിട്ട് ആ വാക്കുകൾ ഇവിടെ എഴുതണം. തെറ്റിയാ പറഞ്ഞു തരും. താഴത്ത് നോക്കിയേ, പഠോ ഔർ സമച്ച് സീക്കോ. ഇത് വായിച്ചിട്ട് പഠിക്കാനാ പറയുന്നത് അല്ലേ. നോക്കിയോ, മേളെ മേ വായിച്ചോ. മേളെ മേ കേശവിനെ കേലെ ഖരീദേ. എന്താ? മേളയിൽ നിന്ന്, മേള എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു. മേളയിൽ നിന്ന് നമ്മള് അല്ല, കേശവ് കേല പഴങ്ങൾ, കേല എന്ന് പറഞ്ഞാല് ബനാനാസ് അല്ലെ, പഴങ്ങൾ വാങ്ങി. थैले में say all of you say loudly. थैले में से पैसे निकाले. थैല എന്ന് പറഞ്ഞ എന്താ? ബാഗ്, സഞ്ചി അല്ലേ. ബാഗിൽ നിന്ന് പൈസ എടുത്തു. പൈസ ദേക്കർ ആദ്യത്തൊന്നും വായിക്കുന്നേ കാണുന്നില്ല. ആസിയ സഫ അവൾ എവിടെ എന്താ ചെയ്യുന്നേ? കളർ കൊടുക്കണം. പെൻസിൽ കൂടെ മാറ്റിയേ. പെൻസിൽ എവിടെ വെക്കാൻ? പൈസ ദേക്കർ ആഗേ ബഢാ. പൈസ കൊടുത്തിട്ട് മുമ്പോട്ട് നടന്നു. ഐനക് പഹൻകർ ബൈഠാ. ഐനക് എന്ന് പറഞ്ഞാല് സ്പെക്ടാക്കിൾസ് അല്ലേ. പഹൻകർ എന്ന് പറഞ്ഞാല് ധരിച്ചുകൊണ്ട്, ധരിച്ചിട്ട്, കണ്ണട വെച്ചുകൊണ്ട് ഇരുന്നു. ബൈഠകർ പാടുപടാ. ബൈഠകർ എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് പാഠം പഠിച്ചു അല്ലെങ്കിൽ വായിച്ചു എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. എന്നിട്ട് വായിച്ചരാം. മേളെ മേ കേശവിനെ കേലെ ഖരീദേ. സൽന പ്ലീസ് അൺമ്യൂട്ട്. സൽന പെട്ടെന്നൊന്ന് വായിച്ചോ. മേളെ മേ കേശവിനെ കേലെ ഖരീദേ. മേളെ മേ കേശവിനെ ഖരീദേ. ഇത് എന്തിനാണെന്നറിയോ? സെല്ലനെ കൊണ്ട് മാത്രം വായിപ്പിക്കുന്നതല്ല, നിങ്ങളെല്ലാം അവിടുന്ന് വായിക്കുന്ന ഒച്ചയാകുമ്പോ ഭയങ്കര ഒച്ചയാവും അല്ലെ. അപ്പം നിങ്ങൾ വായിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്, വായിക്കുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കുട്ടീനെ മാത്രം അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. എല്ലാരും വിളിക്കും. അടുത്ത പീരീഡ്. നെക്സ്റ്റ് थैले में से पैसे निकाले. पैसे निकाले. पैसे देकर आगे बढ़ा. पैसे देकर आगे बढ़ा. ऐनक पहनकर बैठा. बैठकर पाठ पढ़ा. बैठकर पाठ पढ़ा. ഓക്കെ, ഗുഡ്. എല്ലാവരും ഇങ്ങനെ വായിച്ച് പഠിക്കണം. റീഡ് 5 times. സൈഡിൽ എഴുതിക്കോ. ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. റിലു, ആബിദ്, ജൂലിയറ്റ്,
അലൻ മാത്യു, ബെനീറ്റ, നിദ ഫാത്തിമ, അലൻ പി സാംസൺ, ജോയൽ ജോസഫ്, ഷഹ്മ വി, കൈസ്, സിദ്ധാന്ത് കൃഷ്ണ, ഫാത്തിമ ഷഹ്മ, ഏഞ്ചൽ റോസ്, സന മൻസൂർ, മുഹമ്മദ് ഫവാസ്, നജ ഫാത്തിമ, ആദിത്, ആരോൺ, സെൽന എലിസബത്ത്, ആസിയ സഫ, ജെബിൻ ജേക്കബ്, ജുവൽ ആൻഡ് ജോമൽ, പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കയറണം കേട്ടോ. ഒരു ക്ലാസ് മാത്രം കയറിയാൽ പോരാ, നമ്മുടെ ടൈം തീരാൻ പോവാണ്. See you next period. എന്തൊക്കെ ചെയ്യാനാ പറഞ്ഞത് അത് ചെയ്യുക, അവിടെ ഇരുന്നിട്ട് വായിക്കാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇപ്പൊ റീഡ് 5 times എന്ന് പറഞ്ഞില്ലേ, അത് വായിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി എന്തെങ്കിലും നമ്മളിപ്പോ വായിച്ചതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം. only 5 minutes. ഒന്നുമില്ല? any doubt for you? ജോയിൽ ഒരു കാര്യം ചെയ്യണം. ബെനിറ്റനോ അല്ലെ ജൂലിയറ്റ്, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. മിസ് 5ാം പാഠത്തിലെ 2ാമത്തെ വർക്കില്ലേ, അത് ഞാൻ ചെയ്തില്ല. പിന്നെ 1ാമത്തെ എന്താ 5ാമത്തെ പാഠത്തില് 1ന്റെയും 2ന്റെയും ഞാൻ ചെയ്തിട്ടില്ല. എന്താ മോള് ഉദ്ദേശിക്കുന്ന? അഭ്യാസാണോ? ആ മോളെന്താ കഴിഞ്ഞ ക്ലാസ്സില് ആബ്സെന്റ് ആയത്? ഞാൻ കൂടിയില്ല. അതെന്തുകൊണ്ടാന്നാ ചോദിച്ചത്? എഴുന്നേറ്റത് ലേറ്റ് ആയി പോയി. ആഹാ, എന്നിപ്പം ഓഡിയോയും വീഡിയോയും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്താ നോക്കാതിരുന്നത്? നോക്കിയായിരുന്നു, കിട്ടിയില്ലേ? ഫസ്റ്റ് വൺ എന്താ? ബൈഠിന. പെട്ടെന്ന് എഴുതിക്കോ, സമയം ഇപ്പൊ തീരും. ബൈഠിന, 2ാമത്തത് ബൈൽ, 3ാമത്തത് തൈല, ബൈഗ്, തൈർന. ടൈം ഇപ്പൊ തീരും, പെട്ടെന്ന് എഴുതാൻ പറ്റും എഴുതിക്കോ. 2ാമത്തെ വർക്കില് റിക്ത് സ്ഥാൻ ഭരോ അല്ലേ? ഫസ്റ്റ് വൺ പൈസ, എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 2ാമത്തത് ഐസ എന്ന് എഴുതാം. ഐന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള അക്ഷരങ്ങൾ അവിടെ ഫില്ല് ചെയ്യാനാ പറയുന്നത്. ഐസ എന്ന് എഴുതാം. താഴോട്ട് എഴുതിക്കോ. ഐന് ശൈത്താൻ, നെക്സ്റ്റ് പൈർ, തൈല, തൈർന. മോളിതിപ്പോ ഓഡിയോ കിട്ടും കേട്ടോ, അതപ്പോ ഒന്ന് ശ്രദ്ധിച്ചാ മതി. തൈർന എഴുതിയില്ലേ? നെക്സ്റ്റ് തൈർ, ജൈസ, ബൈഠിന, ബൈൽ, കൈസ, ഐരാവത്, മൈൽ, മൈദാൻ, നയ്യ. ഓക്കെ, സി യു നെക്സ്റ്റ് പീരീഡ്. എന്താ ബെനീറ്റ? മിസ് ഇതിൽ നോട്ടിലോട്ട് എഴുതാൻ പറഞ്ഞില്ലെന്നോ? പറഞ്ഞു. 2 വർക്ക് നോട്ട്ബുക്കിൽ എഴുതണം. 4ഉം 5ഉം എഴുതണം. അത് നെക്സ്റ്റ് പേജിലാണോ എഴുതണ്ടേ, അതോ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതേണ്ടതാണോ? അവിടെ സ്ഥലമുണ്ടോ? വൃത്തികേടാക്കാതെ എഴുതണം, കൂട്ടിക്കൂട്ടി എഴുതരുത്. ആ പേജിൽ കൊള്ളുമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. നമ്മളിപ്പോ ഒരു ഇത് വർക്ക് ചെയ്ത് തീരുന്നത് അതിന്റെ പകുതി അവിടെ കൊള്ളുന്നില്ലെങ്കിൽ അവിടെ എഴുതണ്ട, നെക്സ്റ്റ് പേജിലായിരിക്കും നല്ലത്. ഓക്കെ, സി യു നെക്സ്റ്റ് പീരീഡ്. ബൈ.